ഇന്ന് ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ തീരെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 750 ഗ്രാം ചിക്കന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തത്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊക്കെയാണ് നമുക്ക് മാരിനേഷന് വേണ്ടി ആവശ്യമുള്ളത്. ലാസ്റ്റിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും 2 പച്ചമുളകും ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അരമണിക്കൂർ നേരമെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു പാനിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കാം. ഇപ്പം ഈ ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാതെ തന്നെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇതിലുള്ള മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching.